പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സാംസ്കാരിക പ്രദർശനമേള ലൂമിനാരിയ ജനുവരി 19 മുതൽ 26 വരെ നടക്കും. ചരിത്രം, കല, സാഹിത്യം, സംസ്കാരം എന്നീ 4 മേഖലകളിൽ നിന്നുള്ള അപൂർവ ദൃശ്യങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങിയവയിൽ ഇടം പിടിച്ച പാലാ സ്വദേശി ബിജി ജോസഫ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ച കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സുന്ദര ശില്പങ്ങൾ മേളയിലെ മുഖ്യ ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നു. സവിശേഷാകൃതിയിലുള്ള കല്ലുകൾ ഒട്ടിച്ചു ചേർത്തുണ്ടാക്കിയ 1500ഓളം ശില്പങ്ങളാണ് ബിജി ജോസഫ് പ്രദർശനത്തിനെത്തിക്കുന്നത്. പെയിൻറ്റിംഗ് ബിനാലയിൽ ചിത്ര പ്രദർശനങ്ങൾക്കൊപ്പം തത്സമയ ചിത്രരചനയും വിദ്യാർത്ഥികൾക്കുള്ള ചിത്രരചനാ പരിശീലനവും ഉണ്ട്. റവറൻഡ് ഫാദർ റോയി എം തോട്ടത്തിൽ, ആർട്ടിസ്റ്റ് MD സജി, സിസ്റ്റർ മറിയക്കുട്ടി മുല്ലപ്പള്ളിൽ തുടങ്ങിയവർ നാച്ചുറലിസ്റ്റിക്, റിയലിസ്റ്റിക്, വിക്ടോറിയൻ ശൈലികളിലുള്ള വിവിധ ചിത്രങ്ങളെ പരിചയപ്പെടുത്തും. ജലച്ചായത്തിൻ്റെയും എണ്ണച്ചായത്തിൻ്റെയും അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെയും സവിശേഷതകൾ വ്യക്തമാക്കുന്ന 100ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഗവൺമെൻറ് ആർക്കിയോളജി വകുപ്പിൻ്റെയും കോളേജിലെ ഹിസ്റ്ററി, ആർക്കിയോളജി വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ പുരാവസ്തു പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പഴയകാല ചലച്ചിത്ര ദൃശ്യാനുഭവങ്ങളെയും തിയേറ്റർ സങ്കല്പങ്ങളെയും പുനരാവിഷ്കരിക്കുന്ന വെള്ളിത്തിര മൊണ്ടാഷ് ഫിലിം ക്ലബ്ബും ഇംഗ്ലീഷ് വിഭാഗവും ചേർന്നാണ് ഒരുക്കുന്നത്. താളിയോലകൾ, പ്രാചീന കൃതികൾ, പുരാവസ്തുക്കൾ എന്നിവയ്ക്ക് പുറമെ ജൂതപ്പള്ളി, ബേക്കൽ കോട്ട, നാലുകെട്ട് തുടങ്ങിയവയുടെ മാതൃകകളും കാവിൻ്റെയും കളമെഴുത്തിൻ്റെയും ദൃശ്യാവിഷ്കാരവും MTയുടെ കൃതികളെയും സിനിമകളെയും കഥാപാത്രങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള MT നഗറും മലയാള വിഭാഗം ഒരുക്കുന്ന പ്രധാന കാഴ്ചകളാണ്. ഉത്തരേന്ത്യൻ ഗ്രാമത്തിൻ്റെ വലിയ മാതൃക നിർമ്മിച്ച് പാരിസ്ഥിതികവും സാംസ്കാരികവുമായ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന അവതരണമാണ് ഹിന്ദി വിഭാഗം ഒരുക്കുന്നത്. സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിപുലമായ കലാ സാംസ്കാരിക ചരിത്ര മേളയ്ക്കാണ് പാലാ സെന്റ് തോമസ് കോളേജ് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്.